ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ക്ലാസ് 12ലെ ഹൊറിഗല്ലു ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹൊറിഗല്ലു എന്നാൽ എന്താണ് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ഈ പറയുന്ന സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഹൊറിഗല്ലു. പക്ഷേ ലിറ്ററൽ മീനിങ് നോക്കിയാൽ ഹൊറിഗല്ലു എന്താണ്? ഹൊറിഗല്ലു എന്ന് വെച്ചാൽ എ സ്റ്റോൺ ദാറ്റ് കുഡ് ബെയർ വെയിറ്റ് താങ്ങാൻ കഴിയുന്ന ഒരു കല്ലിനെയാണ് എന്ത് പറയുന്നത്? ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഈ ഹൊറിഗല്ലു എന്നുള്ള ഒരു ടേം തന്നെ കന്നഡ ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? ഒരു നോർമൽ വില്ലേജ് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. ആ വില്ലേജിലൊക്കെ പൊതുവെ ഒരു ആൽമരം ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നതാണ്. അതിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ സൈഡിലായിട്ട് മറ്റൊരു കല്ല് കാണണം. അതായത് രണ്ട് വെർട്ടിക്കൽ കല്ലിന്റെ മുകളിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മറ്റൊരു കല്ല്. അത് പൊതുവെ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ദൂരയാത്ര പോകുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിലുണ്ടാവുന്ന നമ്മൾ ലോഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് കല്ല് അല്ലെങ്കിൽ വെയിറ്റ് താങ്ങാൻ കഴിയുന്ന ഒരു കല്ലെന്ന് ഹൊറിഗല്ലുവിന് നമ്മൾ പൊതുവെ പറയാൻ കാരണം. പക്ഷേ നമ്മൾ ഈ കഥയിൽ പഠിക്കുന്ന ഹൊറിഗല്ലു ഹ്യൂമൻ ഹൊറിഗല്ലൂസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള വെയിറ്റുകളൊക്കെ ഈ പറയുന്ന കല്ലുകൾ താങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വെയിറ്റുകൾ, അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലൊക്കെ ടെൻഷൻസോ പേടിയോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു നിമിഷം നമുക്ക് ഇറക്കി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സമയം നമുക്ക് വേണം അല്ലെ. നമ്മളുടെ ഒരുപാട് വിഷമങ്ങൾ നമ്മളെ മനസ്സിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ കൂടെയുള്ളൂ. അപ്പോൾ അതൊന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലെ സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലും ഇറക്കി വെക്കുന്നത് ഈ പറയുന്ന ഹൊറിഗല്ലുവിനോട് താരതമ്യം ചെയ്യുകയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളോ നമ്മുടെ വിഷമങ്ങളോ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോടോ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മൾ പറഞ്ഞാല് ആ ഒരു മനുഷ്യൻ ഒരു ഹൊറിഗല്ലു ആയിട്ട് മാറാണ്. ഈ പറയുന്ന ഒറിജിനൽ ഹൊറിഗല്ലു ഈ പറയുന്ന വെയിറ്റ് താങ്ങുമ്പോൾ ഈ പറയുന്ന മനുഷ്യന്മാരായിട്ടുള്ള ഹൊറിഗല്ലൂസ് എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ബാക്കി മനുഷ്യന്മാരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അവരുടെ ആ വിഷമങ്ങൾ അങ്ങോട്ട് എടുത്ത് ബാക്കിയുള്ളവർക്ക് ആ റിലാക്സേഷൻ കൊടുക്കുന്നതാണ് ഈ പറയുന്ന കഥയിൽ ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ബേസിക്കലി ഈ കഥയിൽ രണ്ട് ഹ്യൂമൻ ഹൊറിഗല്ലൂസിനെയാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റത്തെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും രണ്ടാമത്തെ ആളാരാണ്? നമ്മളുടെ രത്നയാണ്. സുധാമൂർത്തിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന രത്ന എന്ന് പറഞ്ഞ സ്ത്രീയാണ് രണ്ടാമത്തെ ആര്? ഹൊറിഗല്ലു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തന്നെ പ്ലോട്ട് സമ്മറിയിലേക്ക് പോകാം. അപ്പൊ ജസ്റ്റ് ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് സമ്മറിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ നമ്മൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ കഥ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റും. എങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്കറിയാം, ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ഈ കഥ അറിയുന്നതായിരിക്കും. എങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ, on hot summer days of her childhood, സുധാമൂർത്തി remembers a big banyan tree in her village. അപ്പോൾ ഇവരെ ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ തന്നെ നല്ല ചൂടുള്ള ദിവസങ്ങളെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ സുധാമൂർത്തിക്ക് എന്ത് ഓർമ്മ വരാറുണ്ട്? അവരുടെ ആ ഒരു വില്ലേജും ആ സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുപ്പകാലത്തിൽ ഇവർ ഭൂരിഭാഗം സമയങ്ങൾ ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് ചെലവഴിച്ചത്. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ചെലവഴിക്കുമ്പോൾ ആ വില്ലേജിൽ ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ട്. ആ ബനിയൻ ട്രീയുടെ ചുറ്റും ഇവരുടെ മുത്തശ്ശനും ബാക്കിയുള്ള ആൾക്കാർക്ക് ഇരിക്കുന്ന ആ ഒരു കാഴ്ച ഇവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ദിവസങ്ങളൊക്കെ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആ ദിനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവർക്ക് ഓർമ്മ വരും. ആർക്ക്? സുധാമൂർത്തിക്ക്. Under it was a ഹൊറിഗല്ലു, a stone bench where travelers rested. ഈ പറയുന്ന ഹൊറിഗല്ലുവിന്റെ അടുത്ത് എന്തുണ്ട്? ഒരു ഇരിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഈ പറയുന്ന മരത്തിന്റെ കടിയിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളുണ്ട്, ഹൊറിഗല്ലൂസ് ഉണ്ട്. ആ സ്റ്റോൺ ബെഞ്ചിലാണ് ഇവർ ഈ പറയുന്ന വെയിറ്റുകളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ബാഗ് സംഭവങ്ങളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാറ്. അത് അവിടെ തന്നെ എന്തുണ്ട്? കുടിക്കാനുള്ള കുടിവെള്ളം ഉണ്ട്, ഡ്രാങ്ക് വാട്ടർ ആൻഡ് ടോക്ട്. അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യും? ഇവർ അവിടെ നിന്ന് സംസാരിക്കും, വെള്ളം കുടിക്കും, റെസ്റ്റ് എടുക്കും. ഈ പരിപാടികളൊക്കെ ഈ പറയുന്ന ആൽമരത്തിന്റെയും അതേപോലെ തന്നെ ഈ ഹൊറിഗല്ലുവിന്റെ അടുത്തിരുന്നാണ് ആ ഗ്രാമവാസികൾ ചെയ്തിരുന്നത്. Her grandfather, a retired school teacher, spent hours there listening to villagers share their problems. അപ്പോ ഈ പറഞ്ഞ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് നമ്മുടെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ പറഞ്ഞ ഗ്രാൻഡ് ഫാദർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ആ ദിനങ്ങളിൽ ഫുൾ അദ്ദേഹം അവിടെ ചെന്നിരിക്കും. ഈ പറയുന്ന ഗ്രാമത്തിലുള്ള മറ്റു വില്ലേജേഴ്സിന്റെ വിഷമങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് കേൾക്കാറാണ് പതിവ്. അപ്പോൾ എപ്പോഴും ഓർത്തു വെക്കാം, കേൾക്കാറാണ് പതിവ്. പുള്ളിക്കാരൻ ജഡ്ജ് ചെയ്യാറില്ല, അതിനുള്ള മറ്റു മറുപടികൾ കൊടുക്കാറില്ല. എന്ത് പ്രശ്നം ആര് പറഞ്ഞാലും അതൊക്കെ കേട്ടിരിക്കുന്ന, ലിസൺ ചെയ്യുന്ന ഒരു മുത്തച്ഛനെയാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. ഹി നെവർ സോൾവ് ദം ബട്ട് ഹിസ് പേഷ്യന്റ് ലിസണിങ് ഗവ് ദം റിലീഫ്. നമ്മൾ പറഞ്ഞ പോലെ ഇതൊന്നും സോൾവ് ചെയ്ത് കൊടുക്കാൻ, ഓരോരുത്തരുടെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊന്നും ആർക്കറിയില്ല, നമ്മുടെ മുത്തച്ഛനെ അറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്യാറുണ്ട്? പകരം അതൊക്കെ ക്ഷമയോടുകൂടി ലിസൺ ചെയ്യാറാണ് നമ്മുടെ മുത്തശ്ശന്റെ പരിപാടി. ലേറ്റർ ഇൻ ലൈഫ് സുധ മെറ്റ് ഹർ കളീഗ് രത്ന. പുതിയതായിട്ട് അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സുധാമൂർത്തിയുടെ ജീവിതത്തിൽ സുധാമൂർത്തി ആരെ പരിചയപ്പെട്ടു? രത്ന എന്ന് പറയുന്ന സ്ത്രീനെ പരിചയപ്പെട്ടു. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബോംബെയിൽ അവിടെ വെച്ചിട്ടാണ് ആരെ പരിചയപ്പെടുന്നത്? രത്നനെ പരിചയപ്പെടുന്നത്. ഹു ഡിഡ് ദ സെയിം, ലിസണിങ് വിത്ത് സിമ്പതി ആൻഡ് നെവർ ബ്രേക്കിംഗ് എനി വൺസ് ട്രസ്റ്റ്. അപ്പോ ഈ പറഞ്ഞ മുത്തച്ഛന്റെ അതേ ക്വാളിറ്റീസ് ഉള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ രത്നി. രത്നി എന്ത് തന്നെയാണ് ചെയ്തിരുന്നത്? ഈ പറഞ്ഞ ഓഫീസിൽ ഒരുപാട് ആൾക്കാരുണ്ട്,
ഉണ്ട്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ ഉച്ചക്ക് ലഞ്ച് ടൈമിൽ ഇരുന്ന് കേൾക്കുന്ന രത്നനെ കണ്ടപ്പോൾ നമ്മുടെ സുധാമൂർത്തിക്ക് ആരെയാണ് ഓർമ്മ വന്നത്? നമ്മളുടെ മുത്തച്ഛനെയാണ് ഓർമ്മ വന്നത്. ടു ദ ഓദർ both her grandfather and Ratna were like Horigallus. അപ്പൊ നമ്മുടെ സുധാമൂർത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗ്രാൻഡ് ഫാദറും രത്നയും ആരാണ്? ഹൊറിഗല്ലൂസ് തന്നെയാണ്. ഹെൽപ്പിംഗ് പീപ്പിൾ അൺബേർഡൻ ദംസെൽസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് ഈ പറയുന്ന മുത്തച്ഛനെയും അതേപോലെ തന്നെ രത്നയും കഥയിൽ കാണുന്നത്. ആൻഡ് കണ്ടിന്യൂ ദെയർ ജേർണി വിത്ത് ന്യൂ സ്ട്രെങ്സ്, അതേപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതം എല്ലാ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്ക് ഈ കഥയിൽ സുധാമൂർത്തി രത്നനെയും ഗ്രാൻഡ് ഫാദറിനെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഏകദേശം നമുക്ക് അറിയാവുന്ന ആ ഒരു പ്ലോട്ട് സമ്മറി. ബാക്കി കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ ബേസിക്കലി ഇതാണ് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ ഗ്രാൻഡ് ഫാദർ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ എന്താണ് ഇവർ ഇത്രപ്പെടുത്ത് സംസാരിക്കുന്നത്? ഹൊറിഗല്ലു എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ മുത്തച്ഛൻ പറയുന്നു ഹൊറിഗല്ലു വെറും ഒരു കല്ലല്ല, അത് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് സുധാമൂർത്തിക്ക് അതൊന്നും മനസ്സിലായിരുന്നില്ല. അതൊക്കെ സില്ലി ആയിട്ട് അവൾ അത് വിട്ടുകളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം രത്നനെ കണ്ടപ്പോഴാണ് ആ ഒരു സംഭവം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായത്. ഒരാളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മറ്റൊരാൾ കേൾക്കുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ചില സിനിമകൾ കേട്ടിട്ടില്ലേ, ഇന്നത്തെ കാലത്ത് കേൾക്കാൻ ഒരാൾ കിട്ടുന്നത് തന്നെയാണ് വലിയ കാര്യം എന്ന്. അപ്പോൾ ആ ഒരു കേൾവിക്കാരായിട്ട് ഈ പറയുന്ന രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ മാറിയപ്പോൾ അത് എത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്ന് ഈ പറയുന്ന സുധാമൂർത്തി കഥയിലൂടെ മനസ്സിലാവാണ്. അപ്പോൾ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. അതായത് ഹൊറിഗല്ലു എന്നുള്ളൊരു ടൈറ്റിൽ ഈ ചാപ്റ്ററിന് എന്തുകൊണ്ടാണ് ആപ്റ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് പറ്റിയ ഒരു ടൈറ്റിൽ ആയിട്ട് തന്നെ ഈ ഹൊറിഗല്ലു മാറുന്നത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടൈറ്റിൽ. നമുക്കറിയാം ഹൊറിഗല്ലുവിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒറിജിനൽ ഹൊറിഗല്ലു ഒരു കന്നഡ വാക്കാണ്. ഈ പറയുന്ന സ്റ്റോൺ ദാറ്റ് കുഡ് ബെയർ വെയിറ്റ്, രണ്ട് വെർട്ടിക്കൽ കല്ല്, അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ കല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിഗല്ലു എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഹൊറിഗല്ലു വ്യക്തികളായി മാറുകയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പറ്റുന്ന ഈ ബാഗുകളൊക്കെ ഈ പറയുന്ന കല്ല് താങ്ങുന്ന പോലെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ താങ്ങുന്ന വ്യക്തികളെ ഹ്യൂമൻ ഹൊറിഗല്ലൂസ് എന്ന് പറയാണ്. അപ്പോ ഉറപ്പായിട്ട് നമുക്കറിയാം ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈറ്റിൽ. ഹൊറിഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. അപ്പോൾ ലിറ്ററൽ മീനിങ്, അതായത് ഈ വാക്കിന്റെ യഥാർത്ഥ മീനിങ് എന്താണ്? വെയിറ്റ് താങ്ങാൻ കഴിയുന്ന ഒരു കല്ലെന്നാണ്. ഹിയർ ഇറ്റ് ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. നമ്മൾ പറഞ്ഞ പോലെ വെർട്ടിക്കലി, അതായത് ഇങ്ങനെ വെർട്ടിക്കലി രണ്ട് കല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ മുകളിൽ ഈ ഹൊറിസോണ്ടലിൽ ഇരിക്കുന്ന ആ ഒരു കല്ല്, ആ മൊത്തത്തിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന ഹൊറിഗല്ലു. അവിടെയാണ് നമ്മൾ ഈ ബാഗ് സംഭവങ്ങളൊക്കെ വെക്കാറ്. ദസ് ഹൊറിഗല്ലു ആക്ട് ആസ് എ സ്റ്റോൺ ബെഞ്ച് where travelers sit, talk with one another and share their burdens. അവിടെ തന്നെ ഇവർ എന്തൊക്കെ ചെയ്യും? അവിടെ ഇരിക്കാം, പ്രശ്നങ്ങൾ പറയാം, റെസ്റ്റ് എടുക്കാം, വെള്ളം കുടിക്കാം. ഇതൊക്കെ ഈ ഹൊറിഗല്ലുവിന്റെ അടുത്തിരുന്നാണ് ചെയ്യുന്നത്. ഹൊറിഗല്ലു symbolically means an active listener who listens to the problems and worries of others with sympathy, patience and without any judgment. അപ്പോൾ ഇവിടെ നോക്കുക, ഹൊറിഗല്ലു സിംബോളിക്കലി എന്താണ് മീൻസ് ചെയ്യുന്നത്? ലിറ്ററൽ മീനിങ്, യഥാർത്ഥ വാക്കിന്റെ മീനിങ് ആണ് ഈ കല്ല് എന്നുള്ളത്. പക്ഷെ സിംബോളിക്കലി കഥയിൽ ഹൊറിഗല്ലു ആരായിട്ടാണ് മാറുന്നത്? ഒരു ആക്റ്റീവ് ലിസണർ, എല്ലാവരുടെ പ്രശ്നങ്ങളും ഒരു വിഷമം കൂടാണ്ട് പേഷ്യൻസോടുകൂടി ക്ഷമയോട് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ വ്യക്തി എന്താ ചെയ്യുന്നത്? ഹു ലിസൺസ്, അവർ ഈ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കും, ബാക്കിയുള്ളവരുടെ വെറീസ് കേൾക്കും, വിത്ത് സിമ്പതി, എന്തോടുകൂടി? സിമ്പതിയും അതേപോലെ തന്നെ ക്ഷമയോടും, വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജഡ്ജ്മെന്റുകളും ഇല്ല. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ പഠിച്ചില്ല, മാർക്ക് കുറഞ്ഞു, അപ്പൊ വീട്ടിൽ ചെന്ന് പറയാണ്, അപ്പൊ അമ്മ പറയണം നീ പഠിക്കാത്തതിന്റെ ഉറപ്പാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അമ്മ ജഡ്ജ് ഒന്നും ചെയ്യാണ്ട് പോട്ടെ മോനെ, നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം, ഇങ്ങനെ പറയുന്നത് എന്താണ്? കുറച്ചും കൂടി ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ അത് നിന്റെ കുഴപ്പം കൊണ്ടാണ്, അത് അങ്ങനെ ആയോണ്ടല്ലേ, ഇങ്ങനെ ആയോണ്ട്, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പറയാതെ കേട്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. ദിസ് ആക്റ്റീവ് ലിസണർ ഷുഡ് ബി എ പോസിറ്റീവ് പേഴ്സൺ ഹു മസ്റ്റ് ഹാവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. അപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനത്തെ ഉള്ള വ്യക്തി ആയിരിക്കണം? ഒരു പോസിറ്റീവ് വ്യക്തി ആയിരിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാണ്. അതായത് ജീവിതത്തിന് വളരെ പോസിറ്റീവ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ആയാലാണ് ഈ പറഞ്ഞ ലിസണർ കുറച്ചും കൂടി ബാക്കിയുള്ളവർക്ക് എന്തുണ്ടാക്കാൻ കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ കഴിയുന്നത്. ദെൻ ഓൺലി ദേ ക്യാൻ ലൈറ്റൻ അതേഴ്സ്, എങ്കിലും മാത്രമേ ബാക്കിയുള്ളവരുടെ ജീവിതം കുറച്ചും കൂടി വെളിച്ചം പകർന്നത് ഇവിടേക്ക് ആക്കാൻ കഴിയുള്ളൂ. ലൈറ്റൻ അതേഴ്സ് ബേർഡൻസ്, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളും, ആൻഡ് ഗിവ് റിഫ്രഷ്മെന്റ്, ബാക്കിയുള്ളവരുടെ വിഷമങ്ങളൊക്കെ ഇല്ലാതായി പോകാൻ, അല്ലെങ്കിൽ അതൊക്കെ നിസാരമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഹെൽപ്പ് ചെയ്യണം. ദീസ് ഹ്യൂമൻ ഹൊറിഗല്ലൂസ് വിൽ ഗിവ് എ ചാൻസ് ഫോർ അതേഴ്സ് ടു ലൈറ്റൻ ദെയർ ബേർഡൻസ്. അപ്പോൾ ഈ ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ഒരു ചാൻസ് ആണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ബേർഡൻസ്, അവരെ അത്രത്തോളം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു വിഷമങ്ങളൊക്കെ താഴ്ത്തിറക്കി വെക്കാനും ഇല്ലാണ്ടാക്കി കൊടുക്കാനും ഈ ഒരു ആൾക്കാരാണ് ഈ പറയുന്ന ബേർഡൻസ് ഒക്കെ ഇറക്കി മാറ്റി ഇവരാണ് ഈ പറയുന്ന ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആയിട്ട് അങ്ങനത്തെ ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ. ഈ പറഞ്ഞതാണ് ഈ പറയുന്ന
ഹൊറിഗല്ലു എന്നുള്ള ടൈറ്റിൽ എന്തുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആയി, എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ റീസൺസ്. ഫസ്റ്റ് എന്ത് പറയാം, ഹൊറിഗല്ലു എന്നുള്ള ഒരു വാക്കിന്റെ ലിറ്ററൽ മീനിങ് എഴുതി വെക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഹൊറിഗല്ലു എന്ന് എഴുതാം. ഒരു സ്റ്റോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എങ്ങനെ ഇരിക്കുകയാണ് ഈ ഹൊറിഗല്ലു, 2 വെർട്ടിക്കൽ കല്ലുകളുടെ മുകളിൽ നീളത്തിൽ ഒരു കല്ല് വെക്കുന്നതാണ് ഒറിജിനൽ ഹൊറിഗല്ലു. ആ ഹൊറിഗല്ലു പക്ഷെ സിംബോളിക്കൽ ആവുമ്പോൾ എന്താണ് ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആയിട്ട് മാറണേ. ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആരാണ്, ആക്റ്റീവ് ലിസണർ ആണ്. അതേപോലെ തന്നെ അവരെങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം, സിമ്പതിയോടുകൂടിയും ക്ഷമയോടുകൂടിയും ജഡ്ജ് ചെയ്യാണ്ടും ബാക്കിയുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്ന ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ ഒരു ജീവിതത്തിനോട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ ആട്ടോ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ നമുക്കറിയാം, ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്, ക്യാരക്ടർ സ്കെച്ചുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടർ സ്കെച്ച് എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ ആണ്. നമ്മൾ പറഞ്ഞു ആരുടെയാണ് ഗ്രാൻഡ് ഫാദർ, നമുക്കറിയാം സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ഗ്രാൻഡ് ഫാദർ ഈസ് വൺ ഓഫ് ദി മേജർ ക്യാരക്ടേഴ്സ് ഓഫ് ഹൊറിഗല്ലു. ഈ പറഞ്ഞ ഹൊറിഗല്ലു എന്ന് പറഞ്ഞ ഒരു അനക്ഡോട്ട് ബൈ സുധാമൂർത്തിയാണ്. സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു അനക്ഡോട്ട് ആയിട്ടുള്ള ഹൊറിഗല്ലുവിലെ ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രമാണ് ഗ്രാൻഡ് ഫാദർ. ഹീസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. അദ്ദേഹം ആരാണ്, ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. സ്കൂളിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആണ് ഈ പറയുന്ന നമ്മളുടെ ഗ്രാൻഡ് ഫാദർ. ഹീസ് എ കമ്പാഷനേറ്റ് മാൻ. വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ദാറ്റ് ഈസ് വൈ ഹി സ്പീക്സ് വിത്ത് ദ വില്ലേജസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ലാണ്ടും ഈ പറയുന്ന ബാക്കിയുള്ള നാട്ടുകാരുടെ വില്ലേജേഴ്സിന്റെ ഒക്കെ വിഷമങ്ങൾ കേൾക്കാനും സംസാരിക്കാനും അദ്ദേഹം ഫ്രീ ആയിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുന്നത്. ഹീസ് എൻ ആക്റ്റീവ് ലിസണർ ടു. അതേപോലെ തന്നെ സംസാരിക്കുക മാത്രമല്ല എന്തുകൂടി ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു നല്ല കേൾവിക്കാരൻ കൂടിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഹി ലിസൺസ് ടു ദ വില്ലേജേഴ്സ് ബേർഡൻസ്. ഈ പറയുന്ന വില്ലേജേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വളരെ കൂളായിട്ട് അദ്ദേഹം കേട്ടിരിക്കാറുണ്ട്. ദേ ഷെയർ ദെയർ ഡെയിലി ലൈഫ് ഇൻസിഡൻസ്, വെറീസ് ആൻഡ് ട്രിവിയൽ മാറ്റേഴ്സ് ലൈക്ക് വെദർ. അപ്പോൾ വളരെ നിസ്സാരമായുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയാറ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട് ഈ പറഞ്ഞ വില്ലേജസ് പറയാറ്. അതായത് വെദർ വളരെ മോശമാണ്, ഇത്രത്തോളം ചൂട് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എന്റെ മകൻ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത് കുറച്ചുകൂടി നല്ലായിരുന്നു, പക്ഷെ അവന് കുറച്ചുകൂടി സിറ്റി ലൈഫാണ് ഇഷ്ടം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമുക്ക് തോന്നാം, പക്ഷെ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ തോന്നുന്ന പ്രശ്നങ്ങളൊക്കെയാണ് വില്ലേജേഴ്സ് നമ്മുടെ മാസ്റ്റർ ജി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോട് പറയാറ്. ദീസ് വില്ലേജേഴ്സ് അഫെക്ഷനേറ്റ്ലി കോൾ ഹിം മാസ്റ്റർ ജി. സ്നേഹത്തോടു കൂടി വില്ലേജേഴ്സ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ജി. ദ ഗ്രാൻഡ് ഫാദർ ഈസ് ഓൾസോ ആൻ ഒപ്റ്റിമിസ്റ്റിക് മാൻ. വളരെയധികം ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗ്രാൻഡ് ഫാദർ. ദാറ്റ് ഈസ് വൈ വെൻ ദ വില്ലേജേഴ്സ് ഷെയർ ദെയർ ബേർഡൻസ് വിത്ത് ഗ്രാൻഡ് ഫാദർ ദേ ഗെറ്റ് റിലീഫ് ആൻഡ് റിഫ്രഷ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വില്ലേജേഴ്സ് മുത്തച്ഛനായിട്ട് പങ്കെടുപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു റിഫ്രഷ്മെന്റ്, നല്ലൊരു എനർജി കിട്ടുക. അതേപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിന്ന് റിലീവ്ഡ് ആയിട്ട് തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ്. ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നറേറ്റർ സുധാമൂർത്തി ഷോസ് ദാറ്റ് ഹി ലവ്സ് ആൻഡ് കെയർസ് ഫോർ എവരിവൺ. സുധാമൂർത്തിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ബാക്കിയുള്ള ആൾക്കാരോട് അങ്ങനെയൊക്കെ തന്നെയാണ്. സിൻസ് ദ നറേറ്റർ വാസ് എ ലിറ്റിൽ കിഡ്, ദ ഗ്രാൻഡ് ഫാദർ പേഷ്യന്റ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറിഗല്ലു. നമ്മുടെ നറേറ്റർ അതായത് നമ്മുടെ സുധാമൂർത്തി കുഞ്ഞൊരു കുട്ടിയായിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഹൊറിഗല്ലു ഇമ്പോർട്ടന്റ് ആയെന്നുള്ള സംഭവം പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് ഷോസ് ഹിസ് ടീച്ചിങ് സ്കിൽസ്. ഇതെന്ത് കാണിച്ചിരുന്നു, ഒരു ടീച്ചിങ് സ്കിൽസ് ആണ്. ഓൾറെഡി സ്കൂൾ മാസ്റ്റർ ആണ് അല്ലെങ്കിൽ ടീച്ചറാണ്, അപ്പോൾ ആ ഒരു ടീച്ചിങ് സ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ദസ് ദ ഗ്രാൻഡ് ഫാദർ ഈസ് എ ക്യാരക്ടർ ഹു ഇസ് ഡൂയിങ് സെൽഫ്ലെസ് ഹെൽപ്പ് ആൻഡ് സോഷ്യൽ സർവീസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗ്രാൻഡ് ഫാദറിന് ആ ഒരു വ്യക്തി വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ക്യാരക്ടർ ഹു ഇസ് ഡൂയിങ് സെൽഫ്ലെസ് ഹെൽപ്പ്, സ്വയം മറന്നുകൊണ്ട് ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ സർവീസ്, സെൽഫ്ലെസ്നെസ്, ഈ 2 ടേമുകൾ ഈ ചാപ്റ്ററിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നറേഷൻ ചോദിച്ചോട്ടെ, ക്യാരക്ടർ സ്കെച്ചുകൾ ചോദിച്ചോട്ടെ, ഈ 2 സംഭവങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് സെൽഫ്ലെസ് ആയിട്ടും സോഷ്യൽ സർവീസ് ചെയ്യുന്ന പോലെയാണ് ഈ പറഞ്ഞ രത്നയും ഗ്രാൻഡ് ഫാദറും ഈ ഒരു ലിസണിങ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ളവരുടെ വിഷമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹി ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ഗെറ്റിംഗ് അപ്രിസിയേഷൻ ഓർ റിവാർഡ്. ഈ പറയുന്ന സംഭവം ഒന്നും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, കുറെ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല, തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഇവരാരും ഇത് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഹി ഗെറ്റ്സ് ഇമ്മൻസ് ജോയ് വെൻ ഹി ബിക്കംസ് എ ഹ്യൂമൻ ഹൊറിഗല്ലു. പക്ഷെ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ലിസണർ ആവുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ക്യാരക്ടർ സ്കെച്ച് ആരുടെയാണ്, രത്നയുടെയാണ്. അപ്പോ രത്നയും വളരെയധികം ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ക്യാരക്ടർ നമുക്കറിയാം. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയാണ് പഠിച്ചത്, നമ്മൾ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് വെച്ചാൽ അതിന് മുമ്പ് പ്ലോട്ട് സമ്മറി പറഞ്ഞിരുന്നു. അപ്പൊ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു, ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രത്നയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ചെറുപ്പത്തിൽ മുത്തച്ഛനെ കണ്ടപ്പോൾ മുത്തച്ഛനെ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കഥാപാത്രമാണ് ആര്, രത്ന. വർഷങ്ങൾക്ക് ശേഷം ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ സുധാമൂർത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ അവിടെ ആരെ കണ്ടു, രത്ന എന്ന് പറഞ്ഞൊരു സ്ത്രീനെ കണ്ടു. മുത്തച്ഛൻ ചെയ്തിരുന്ന പോലെ ഓരോ ദിവസങ്ങളിലും
ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന കാഴ്ച ഒരു കാണാനിടയായി. അപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി അവരോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് പ്രത്യേകിച്ചൊന്നുമില്ല, അവരെ കുറച്ച് വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് അവർ പറയും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അതൊരു വലിയ കാര്യമെന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മുടെ സുധാമൂർത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു പോവില്ലേ? പക്ഷെ രത്ന എന്നെ മറുപടി കൊടുക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞല്ല, ഞാൻ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ ആയിട്ടാണ് ആര് പറയുന്നത്, രത്ന പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ക്യാരക്ടറാണിത്. ആ ക്യാരക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ രത്ന is one of the major characters of Horigallu, an anecdote by സുധാമൂർത്തി. നേരത്തെ പറഞ്ഞ അതേ സെയിം ഡയലോഗ് വെച്ചാണ് തുടങ്ങുന്നത്. നമ്മൾ അവിടെ കണ്ടത് ഗ്രാൻഡ് ഫാദറിനെ ആണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ സുധാമൂർത്തി ചെയ്തിട്ടുള്ള ഒരു അനക്ഡോട്ട് ആയിട്ടുള്ള ഹൊറിഗല്ലുവിലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് രത്ന. ഷീ ഈസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. ഒരു സീനിയർ ക്ലർക്കാണ്, 10-25 വർഷമായിട്ട് ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വെറുപ്പും അതിലില്ല. അതേപോലെ തന്നെ ഒരു മിഡിൽ ഏജ് മധ്യവയസ്കാണ്, ഓൾവേസ് സ്മൈലിംഗ്, എന്നും പുഞ്ചിരിയോടുകൂടി ചിരിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീയാണ് നമ്മുടെ രത്ന. ഷീ ഈസ് എ ഗ്രാജുവേറ്റ്, ഒരു ഗ്രാജുവേറ്റ് ഒക്കെയാണ്. ഷീ ഹാസ് ബീൻ, അതായത് കോളേജ് ഒക്കെ കഴിഞ്ഞാണ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദി കമ്പനി ഫോർ നിയർലി 25 years. ഷീ ഈസ് എ കമ്പാഷനേറ്റ് വുമൺ, അതായത് 25 വർഷമായിട്ട് സെയിം ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വെറുപ്പും മടിയും ഇന്നേ വരെ അവർ കാണിച്ചിട്ടില്ല. ഷീ ഈസ് എ കമ്പാഷനേറ്റ് വുമൺ, മുത്തച്ഛനെ പോലെ തന്നെ ഇവർ വളരെയധികം സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. ദാറ്റ് ഈസ് വൈ ഷീ പേഷ്യന്റ്ലി ലിസൺസ് ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് വിത്ത് സിമ്പത്തി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. കമ്പാഷനേറ്റ് മാൻ ആയിരുന്നു അവിടെ, ഇവിടെ കമ്പാഷനേറ്റ് വുമൺ ആണ്. ഇങ്ങനെ സ്നേഹമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളും ബാക്കിയുള്ളവരുടെ ആ ഒരു ചെറിയ ചെറിയ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ജഡ്ജ്മെന്റും ചെയ്യാണ്ട് ഒരു നല്ലൊരു സിമ്പതിയോട് കൂടി കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രത്നനെ കഥയിൽ സുധാമൂർത്തി എഴുതി വെച്ചിരിക്കുന്നത്. ഷീ ഹാസ് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്, അതായത് ബാക്കിയുള്ളവർക്കൊക്കെ പകർന്നു കിട്ടുന്ന ഒരു ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് ആയിരിക്കുന്നുണ്ട് നമ്മുടെ രത്നക്കുണ്ട്. വിത്ത് ഷീ ഹാസ് ഗിവൺ ഹാപ്പിനെസ് ടു ഹെർ കൊലീഗ്സ്. ആ ഒരു സംഭവം വെച്ചിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർക്കും ആ ഒരു സന്തോഷം പകർന്നു നൽകുന്നത്. ഷീ ഈസ് എ ട്രസ്റ്റ്വർത്തി വുമൺ, എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ കൂടിയാണ് നമ്മുടെ രത്ന. ഷീ നെവർ gossips about others or shares their troubles to others. അപ്പൊ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവർക്ക് ഇത്രത്തോളം ബാക്കിയുള്ളവരുടെ കഥകൾ അറിയാമെങ്കിൽ ഒരിക്കൽ പോലും ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ഈ കഥകളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതെ അവരിങ്ങനെ പറഞ്ഞു, അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള ഗോസിപ്പും ആര് ചെയ്യാറില്ല, നമ്മുടെ രത്നം ചെയ്യാറില്ല. ഷീ തിങ്സ് ഇറ്റ് ആസ് എ ഹീനിയസ് ആക്ട്, അത് വളരെ മോശമായ പ്രവൃത്തിയായിട്ടാണ് ആര് കാണുന്നത്, രത്ന കാണുന്നത്. നമ്മൾ പറഞ്ഞ പോലെ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ എന്നെ വിശ്വസിച്ച് ആരെങ്കിലും എന്തായാലും പറഞ്ഞത് ഞാൻ മറ്റൊരാളോട് പറഞ്ഞാൽ അതൊരു വളരെ മോശം രീതിയിലുള്ള സംഭവമായിട്ടാണ് ഇവിടെ അതിനെ കാണുന്നത്. ഫോർ ഹെർ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ സിൻ, അതൊരു വലിയ പാപമായിട്ട് കൂടി ഇവൾ കാണുന്നു. ദസ് രത്ന ഈസ് എ ക്യാരക്ടർ ഹു ഈസ് ഡൂയിങ് സെൽഫ്ലെസ് ഹെൽപ്പ് ആൻഡ് സോഷ്യൽ സർവീസ്. അതുകൊണ്ട് തന്നെ രത്ന എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്താണ്, ഈ പറഞ്ഞ സെൽഫ്ലെസ് ഹെൽപ്പും സോഷ്യൽ സർവീസും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ നമ്മൾ മറ്റേ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ പഠിച്ച അതേ ടേംസ് ആണ്, അതുകൊണ്ട് പഠിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. സെൽഫ്ലെസ്നെസ്സും സോഷ്യൽ സർവീസ്, സിമ്പതി, വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, ഇതൊക്കെ ഈ പറയുന്ന ഹൊറിഗല്ലു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഷീസ് നോട്ട് ഡൂയിങ് ഇറ്റ് ഗെറ്റിംഗ് അപ്രിസിയേഷൻ ഓർ റിവാർഡ്, ഇൻസ്റ്റെഡ് ഷീ ഗെറ്റ്സ് ഇമൻസ് ജോയ് വെൻ ഷീ ബിക്കംസ് എ ഹൊറിഗല്ലു, ഹ്യൂമൻ ഹൊറിഗല്ലു. നേരത്തെ ഇതും നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇതൊന്നും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും തരത്തിലൊരു പ്രത്യുപകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു സന്തോഷം കിട്ടുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് രത്ന. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു രത്നയുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് ക്യാരക്ടർ സ്കെച്ചുകളും പഠിച്ചെടുക്കാം. കാരണം എന്താണ്, രണ്ടുപേർക്കും കോമൺ ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. ബാക്കി നമുക്ക് കഥ എറിഞ്ഞാലും ചെയ്തു വെക്കാവുന്നേ ഉള്ളൂ. രത്ന ആരാണ്, ഈ പറയുന്ന 25 വർഷമായിട്ട് ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കൂൾ ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കൊളീഗാണ് ആരുടെ, സുധാമൂർത്തി. പക്ഷെ നേരെ മറിച്ച് മുത്തച്ഛൻ ആരാണ്, മുത്തച്ഛൻ നമ്മളുടെ ഗ്രാൻഡ് ഫാദർ ആണ് സുധാമൂർത്തി. പുള്ളിക്കാരൻ എന്തായിരുന്നു, ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ ആയിരുന്നു, മാസ്റ്റർ ജി എന്നാണ് വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന ലിറ്ററൽ മീനിങ് ഏതാ, അതൊരു കല്ലാണ്, അതെന്താണ് നമുക്ക് അറിയാം. ഈ പറയുന്ന അതിന് സിംബോളിക്കൽ മീനിങ്ങുകൾ നമുക്കറിയാം. ഒരു ആക്റ്റീവ് ലിസണറെയാണ് ഹൊറിഗല്ലു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു സംഭവങ്ങൾ തന്നെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ബാക്കിയെല്ലാം ഈസി ആയിട്ട് ബാക്കി എന്ത് വന്നാലും അറ്റൻഡ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്കൊരു കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്, ഹൊറിഗല്ലുവിലെ രത്നയുടെ അടുത്ത് നമ്മളുടെ മാച്ച് ബോക്സിലെ നൊമിത വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യമൊക്കെ. നമുക്കറിയാം എന്താണ്, നൊമിതക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്,
പക്ഷെ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇവിടേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അറിയുന്നില്ല. പക്ഷെ എന്താണ്, ആക്റ്റീവ് ലിസണർ ആണ്. ഈ പറയുന്ന നൊമിതക്ക് ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ആരോടും തുറന്നു പറയാനില്ല. പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടിയാൽ, നൊമിതക്ക് ഈ പറയുന്ന രത്നനെ കിട്ടിയാൽ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ പറയാം. അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, രത്ന ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാതെ നോക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ വന്നാൽ. അതേപോലെ തന്നെ ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ജനറൽ റൈറ്റിംഗ് ബേസിലുള്ള ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഒക്കെ ആയിക്കോട്ടെ, വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ടൈറ്റിൽ സിഗ്നിഫിക്കൻസും ഈ ക്യാരക്ടർ സ്കെച്ച് മാത്രം പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.